പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ട്. ഇപ്പം ഒരു വർഷമായി. ആദ്യം ബുള്ളറ്റിനായിരുന്നു ഈ കംപ്ലൈൻറ്റ്. ഇപ്പോൾ എല്ലാ ടൂ വീലറിനും ഈ കംപ്ലൈൻറ്റ് കാണിക്കുന്നുണ്ട്. എല്ലാത്തിനും ഇത് മിസ്സിംഗ് ആണ്. ഡെയിലി പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഉണ്ട്. ഡെയിലി ഒരു 7-8 വണ്ടി ഈ പ്രശ്നമായിട്ട് വരുന്നുണ്ട്. E20 പെട്രോൾ വലിയൊരു പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൽ പലയിടങ്ങളിലും വണ്ടികൾക്ക് സ്ഥിരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, കാർബറേറ്ററിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ബുള്ളറ്റുകൾ, സാധാരണ ബൈക്കുകൾ, ഇതിനെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. സാധാരണഗതിയിൽ ഇതിന് മുൻപ് ഒരിക്കലും വണ്ടിയുടെ മാറണ്ടാത്തൊരു പാർട്ടായിരുന്നു കാർബറേറ്റർ. പക്ഷേ ഇന്ന് പുതിയ വണ്ടികൾക്ക് പോലും 6 മാസം കഴിയുമ്പോൾ തന്നെ കാർബറേറ്റർ മാറേണ്ട ഒരു പ്രശ്നമുണ്ട്. അതിനുള്ളിൽ പൂപ്പൽ പോലെ കഴിഞ്ഞ് പെട്രോൾ ഇഞ്ചക്റ്റ് ആവാത്തൊരു പ്രശ്നങ്ങൾ പലപ്പോഴും കാണുന്നുണ്ട്. അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് പത്തനംതിട്ടയിലുള്ള ഒരു മെക്കാനിക്കിൻ്റെ അടുത്താണ്. പുള്ളിയോട് നമുക്ക് കാര്യങ്ങളൊക്കെ ചോദിച്ചു നോക്കാം. ചേട്ടാ, സ്ഥിരമായിട്ട് ഇപ്പോൾ ഇതുപോലെ പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ സ്ഥിരമായിട്ട് പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ട്. ഇപ്പം ഒരു വർഷമായി. ആദ്യം ബുള്ളറ്റിനായിരുന്നു ഈ കംപ്ലൈൻറ്റ്. ഇപ്പോൾ എല്ലാ ടൂ വീലറിനും ഈ കംപ്ലൈൻറ്റ് കാണിക്കുന്നുണ്ട്. എല്ലാത്തിനും ഇത് മിസ്സിംഗ് ആണ്. ഡെയിലി പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഡെയിലി ഒരു 7-8 വണ്ടി ഈ പ്രശ്നമായിട്ട് വരുന്നുണ്ട്. കാർബറേറ്റർ കംപ്ലൈൻറ്റ്. ഇതുണ്ടോ, പൂപ്പൽ പോലെ സാധനം പിടിക്കുന്നതല്ലേ. അപ്പോൾ അതിൻ്റെ ഹോളുകളെല്ലാം അങ്ങനെ ഉടഞ്ഞു പോകും. അപ്പോൾ അതിനിപ്പോൾ ഈ കാർബറേറ്റർ ക്ലീനൊന്നും പറഞ്ഞ സാധനം വാങ്ങിച്ച് ഇതാഴ്ച ഇങ്ങനെ അടിച്ചത്, അത് ഒരെണ്ണത്തിന് 450 രൂപ. അതൊരു 4 കാർബറേറ്റർ ക്ലീൻ ചെയ്യാനേ കാണത്തുള്ളൂ. അല്ല, ഇത് അങ്ങനെ ക്ലീൻ ചെയ്താലും വീണ്ടും ചിലതങ്ങ് ശരിയാകും, ചിലത് പിന്നെയും പഴയതുപോലെ ആവും. ഇങ്ങനെ കംപ്ലൈൻറ്റ് ആകുമ്പോഴത്തേന് കാർബറേറ്റർ വീണ്ടും മാറേണ്ട ആവശ്യമുണ്ട്. കാർബറേറ്റർ മാറുക. 3200 രൂപ ഒരു കാർബറേറ്ററിന്. 3200 ബുള്ളറ്റിൻ്റെ കാർബറേറ്റർ. സാധാരണ വണ്ടികൾക്ക് മറ്റേന് ആക്റ്റീവയുടെ എനേവ് 2800, 2900 അങ്ങനെയുള്ള. ചേട്ടൻ എത്ര വർഷമായിട്ട് ഈ ഫീൽഡിൽ? ഞാൻ 49 വർഷമായിട്ട് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ആദ്യമായിട്ടാണ് ഇങ്ങനെ. അപ്പം ഇതിന് മുമ്പൊക്കെ എങ്ങനെയായിരുന്നു? മുമ്പ് അങ്ങനെ കാർബറേറ്ററിന് അങ്ങനെ കംപ്ലൈൻറ്റ് വരത്തില്ലായിരുന്നു. ബുള്ളറ്റിന് ആദ്യം തുടങ്ങിയത്. അത് കഴിഞ്ഞ് ബാക്കിയുള്ള ടൂ വീലർക്കെല്ലാം പ്രശ്നങ്ങളായി. ആദ്യമായിട്ട് ബുള്ളറ്റിനാണ് ഈ E20 വന്നതിന് ശേഷം. അതെ. അപ്പോൾ ഈ സത്യത്തിൽ എന്താണ് ഇതിനകത്ത് സംഭവിക്കുന്നതെന്നാണ്? ഈ പൂപ്പൽ പോലെ സാധനം, പൂപ്പൽ പോലൊരു സാധനം ഉണ്ടാവും. അത് കയറി ഇതിൻ്റെ ഹോളുകളെല്ലാം അങ്ങടെ. അല്ലേ, അപ്പോൾ ഇതെന്താ, ഈ മെറ്റൽ എന്താ ഇത് അലൂമിനിയം മെറ്റലാണ് കാർബറേറ്ററിൻ്റെ. അപ്പോൾ അതങ്ങോട്ടങ്ങ് അടഞ്ഞു പോകും. ഹോളുകളെല്ലാം അടഞ്ഞു പോകും. അങ്ങനെ പെട്രോൾ കറക്റ്റ് ഇഞ്ചക്ട് ചെയ്തില്ല. അപ്പം മിസ്സിങ് ഉണ്ടാവും, മൈലേജ് കുറയുന്നു, സ്റ്റാർട്ടിങ് ട്രബിൾ. അതാണ് മെയിൻ കംപ്ലൈൻറ്റ്. അപ്പോൾ ചോക്ക് വലിച്ചാൽ കുറച്ച് ദൂരം ഓടിക്കഴിഞ്ഞാൽ കാർബറേറ്റർ കറക്റ്റ് റണ്ണിങ് കിട്ടത്തുള്ളൂ. പണ്ട് സ്റ്റാർട്ടിങ്ങിന് മാത്രം ചോക്ക് വലിച്ചാൽ മതിയായിരുന്നു. ഇപ്പോൾ ചോക്ക് വലിച്ച് ഓടിയാലേ റണ്ണിങ് അങ്ങോട്ട് ക്ലിയർ ആകത്തുള്ളൂ. പുതിയ വണ്ടികൾക്ക് ഈ പ്രശ്നമുണ്ടല്ലേ? പുതിയ ഫ്യൂൽ ഇഞ്ചക്ഷൻ ആയതുകൊണ്ട് ഇത്രയും പ്രശ്നമില്ല. ഫ്യൂൽ ഇഞ്ചക്ഷൻ ആകുമ്പോൾ ഈ പ്രശ്നമില്ല, ഇത്രയും പ്രശ്നമില്ല. എന്നാലും കുറച്ച് 3-4 ദിവസം എടുക്കാതിരുന്നാൽ അതിനും ചെറുതായ മിസ്സിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതാണ് ഈ ചേട്ടൻ പറയുന്നത്. ഇപ്പോൾ പുള്ളി 40 വർഷത്തിന് മേളിലായിട്ട് ഈ ഒരു മേഖലയിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പം സ്ഥിരമായിട്ട് കേരളത്തിൽ പലയിടങ്ങളിലായിട്ട് കാറിന്, ബൈക്കിന്, മറ്റു വാഹനങ്ങൾക്കെല്ലാം ഈ ഒരു പ്രശ്നം പറയുന്നുണ്ട്. അപ്പം വലിയൊരു പ്രതിഷേധം ഇതിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ CJP പോലും ഈ ഒരു പ്രശ്നം വളരെ കാര്യമായിട്ട് ഉന്നയിക്കുന്നുണ്ട്. E20 പെട്രോളുമായിട്ട് ബന്ധപ്പെട്ട് ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെ രാജ്യം മുഴുവൻ പല സ്ഥലങ്ങളിലായിട്ട് പലപ്പോഴായിട്ട് ഈ ഒരു പ്രശ്നം ഉന്നയിക്കുന്നുണ്ട്. അത് നമ്മുടെ നാട്ടിലും വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം ഈ ചേട്ടൻ പറയുന്നത് ദിവസേന 7 വണ്ടിയോളം വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ സമാനമായ രീതിയിൽ തന്നെ നിരവധി മെക്കാനിക്കുകളോട് നമ്മൾ സംസാരിച്ചപ്പോഴും അവരും അത് തന്നെയാണ് പറയുന്നത്. ദിവസവും 7, 8, 10 വണ്ടികൾ തന്നെയാണ് വരുന്നത്. അതായത് ഒരു കാർബറേറ്ററിന് 3000 രൂപ മുതൽ ആണ് ഇതിൻ്റെ ഒരു വില വരുന്നത്. അപ്പം ഇത്രയും വലിയൊരു തുക മുടക്കി ഇത് മാറേണ്ട ഒരു അവസ്ഥ കൂടി നമ്മൾക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. ക്യാമറ പേഴ്സൺ മനോജ് പീലിനൊപ്പം മാർട്ടിൻ ജോസഫ്, മീഡിയ 1, പത്തനംതിട്ട.